ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവവചനത്തെ ജീവിതത്തിൽ പ്രമാണിക്കുകയും ചെയ്യുക എന്നതിന് ദൈവവചനം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ അതിന് വലിയ പ്രാധാന്യമില്ലെങ്കിലും ദൈവിക ബുദ്ധിയിലും ദൈവിക പ്രമാണത്തിലും അത് വിലയേറിയതും അതിമഹത്വതുമായി കാണുവാൻ കഴിയുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അതെ, ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും നടപ്പും വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് ഉള്ളതാണെങ്കിൽ ദൈവത്താലുള്ള അനുഗ്രഹം നമുക്ക് ലഭ്യമാകുവാനിടയായിത്തീരും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, യെശയ്യാവ് 45:4, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധികളെയും നൽകും. അതെ, ഇരുട്ടിലെ നിക്ഷേപം അതാർക്കും കണ്ടെത്തുവാൻ കഴിയുന്നതിനേക്കാൾ നിഗൂഢമാണ്. മറവിടങ്ങളിൽ പതിയിരിക്കുന്ന വിലയുള്ള നിധികൾ അതും ആർക്കും എളുപ്പം കണ്ടെത്തുവാൻ കഴിയുന്നതിനേക്കാൾ നിഗൂഢമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നടപ്പിൽ നിഷ്കളങ്കനായവൻ്റെ മുമ്പിൽ അത് തെളിഞ്ഞു വരും. എന്തെന്ന് ചോദിച്ചാൽ 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതെ, നടപ്പിൽ നിഷ്കളങ്കനായവൻ്റെ പാത പ്രകാശപൂരിതമായിരിക്കും. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും അവൻ്റെ മുമ്പിൽ ലഭിപ്പാനിടയായിത്തീരും. അങ്ങനെ അവൻ അനുഗ്രഹമുള്ളവനായി തീരുവാൻ ദൈവം അവനെ സഹായിക്കും. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 72 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമമാകുന്നു. അതെ, ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായി നാം പരിപാലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും നമ്മെ നയിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവം ഒരുക്കി തരുന്ന ആയുസ്, ആരോഗ്യം, കഴിവുകൾ ഒരുപക്ഷെ ലോകപ്രകാരം നമുക്ക് നേടാൻ കഴിയുന്ന പല നന്മകളും നേടേണ്ടും വണ്ണം നേടുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിനായി ദൈവിക ദർശനത്തോടെ വാഞ്ചയോടെ ദൈവഹിതത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധികളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. അതുകൊണ്ട് മടികൂടാതെ സത്യസന്ധമായി വിശ്വസ്തയോടെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ഓരോ ജീവിത ദിവസവും ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ടാണ് 1 പത്രോസിൻ്റെ ലേഖനം 1 അധ്യായം 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു, ഇവയാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതെ, നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം നൽകി തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി സത്യത്തിൽ ജീവിപ്പാൻ തയ്യാറാകുക. ഈ കാലയളവ് നമുക്ക് ഒരുപക്ഷെ നഷ്ടങ്ങളുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോട് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നാളുകളിൽ നീതിസൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കുന്ന ഒരു ദിവസമുണ്ട്. നിൻ്റെ നന്മ ആർക്കും തടഞ്ഞു കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കണ്ടെത്തുവാൻ തക്കവണ്ണം വിശ്വസ്തയോടും സത്യത്തോടും കൂടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.